ദൈവജന സമാജമേ നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. ജീവനരുളും ദിവ്യ ജീവാമൃതമാമീശു, ജീവനരുളും ദിവ്യ ജീവാമൃതമാമീശു, ദേവൻ നമ്മുടെ മധ്യമേവും നദൂനിമിത്തം. ദൈവജന സമാജമേ നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ് നാം വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാം വാക്യം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തങ്ങളുടെ അടുക്കൽ വന്നുകൂടിയിരിക്കുന്ന യഹൂദ ജനത്തോട് പെന്തക്കോസ്താ നാളിൽ അപ്പോസ്തലനായ പത്രോസ് ചെയ്യുന്ന പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വാക്യം. 3 വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്കൊരു വലിയ ആശയം തുറന്നു കിട്ടും എന്നുള്ളത് കൊണ്ട് അതിന് തൊട്ട് മുകളിലുള്ള 2 വാക്യങ്ങളൂടെ ചേർത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ നാം വായിക്കുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു യാദൃച്ഛിക സംഭവമല്ല എന്ന് തങ്ങളുടെ അടുക്കൽ വന്നുകൂടിയിരിക്കുന്ന യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുവാനായിട്ടാണ് പത്രോസ് ശ്രമിക്കുന്നത്. അവിടെ പറയുന്നത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ നസ്രായനായ യേശു. ആ നസ്രായനായ യേശു എന്ന തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം എങ്ങനെ കാണിച്ചു കൊടുത്തു എന്നവിടെ കാണുന്നുണ്ട്. അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വീര്യപ്രവൃത്തികളൊക്കെ തൻ്റെ പുത്രനെ കൊണ്ട് അവരുടെ നടുവിൽ ചെയ്യിച്ചിട്ട് ദൈവം ചെയ്ത പ്രവൃത്തി സർവ്വലോകത്തിൻ്റെയും വിശേഷാൽ ഈ യഹൂദ ജനത്തിൻ്റെയും സർവ്വപാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വാഗ്ദത്തപ്രകാരം ഞാൻ അയച്ചിരിക്കുന്ന ഈ നസ്രായനായ യേശു ഇതാ ഇവനാകുന്നു നിങ്ങൾ കാത്തിരിക്കുന്നവനെന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ആ ദൈവം അങ്ങനെ കാണിച്ചു കൊടുത്തെങ്കിലും അവൻ്റെ അത്ഭുതങ്ങളോ അവൻ്റെ ശക്തിയോ അവൻ്റെ അടയാളങ്ങളോ ഒന്നും അവർ പരിഗണിക്കുകയോ ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തുവായിട്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇവർ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ആ ദൈവകുഞ്ഞാടിൻ്റെ ആ കാൽവരിയിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ സംഭവിച്ച മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ അവരുടെ മുഖത്ത് നോക്കി ദൈവാത്മശക്തിയാൽ അവരോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒന്നാം ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഈ വചനം നമുക്ക് നേരെയല്ലേ വിരൽ ചൂണ്ടുന്നത്? പാപത്താൽ പിടിക്കപ്പെട്ടവരായി, മരണത്തിൻ്റെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരായി, ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായി കിടന്നിരുന്ന നമ്മെ സ്നേഹിച്ച് നമ്മുടെ അടുക്കിലേക്ക് തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിനെ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ കയറുവാനും അവിടെ ദൈവത്താലും സകലരാലും കൈവിടപ്പെട്ടവനായി തകർക്കപ്പെട്ട് ഒടുവിൽ മരണം ആസ്വദിച്ച് ആ നിലയിൽ നമുക്ക് പ്രായശ്ചിത്തമായി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീരുവാനും അയച്ച കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം എന്തു ചെയ്തു? അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവർ അവനെ ക്രൂശിൽ തറച്ച് കൊന്നു. എന്നാൽ അവിടെ പറയുന്നത്, ദൈവമോ അവരുടെ കൈകളിലേക്ക് മരണത്തിന് ഏൽപ്പിച്ച ദൈവം അവരുടെ കൈകളിലേക്ക് അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി അവരുടെ കൈകളിലേക്ക്, ശത്രുക്കളുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത ദൈവം, അങ്ങനെ അവൻ മരിച്ചതിന് ശേഷം അവനെ മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം മരണത്തിന്മേൽ അധികാരമുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു. അവനെ മരണത്തിന് പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. കർത്താവ് തന്നെ ലാസറിൻ്റെ കല്ലറയ്ക്കൽ നടത്തുന്ന അവകാശ പ്രഖ്യാപനമുണ്ടല്ലോ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പുനരുത്ഥാനം ഒരു വ്യക്തിയാണ്, ജീവൻ ഒരു വ്യക്തിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനാണ് ജീവനും പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ അടുക്കിലേക്ക് ചേർത്തു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ മഹിമയിൽ നമുക്ക് വേണ്ടി വാണരുളുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ മരണം മാറിപ്പോയത്. ആ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ മരണഭീതി, ജീവപര്യന്തം നമ്മെ അടിമകളാക്കിയിരുന്ന ആ മരണഭീതി മാറിപ്പോയത്. അതിനുവേണ്ടി ദൈവപുത്രൻ തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. അവിടുന്ന് അവനെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് ഒന്നാം ദിവസത്തിൻ്റെ ഈ പ്രഭാത സമയത്ത് നമുക്ക് ഈ പുത്രനായ ക്രിസ്തുയേശുവിലൂടെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടുത്തെ മഹിമയിൽ വാണരുളുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവായ ദൈവത്തെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, അവിടുത്തെ പരമപാദങ്ങളിലേക്ക് വീഴുവാൻ ഇതിൽ പരം എന്താണ് കാര്യങ്ങൾ ആവശ്യമായിരിക്കുന്നത്? നമുക്ക് വേണ്ടി പാപിയായിരിക്കുന്ന, ദൈവത്തോട് ശത്രുക്കളായിരിക്കുന്ന നമുക്ക് വേണ്ടി മരിക്കുവാൻ, മരണമാസ്വദിക്കുവാനായി ദൈവപുത്രൻ ദൈവകുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് വന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ പിതാവായ ദൈവം അവനെ മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് അവിടുന്ന് ജീവിക്കുന്നു. ഈ നല്ല നാഥൻ്റെ പാദങ്ങളിലേക്ക് നമുക്ക് വീഴാം. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ, നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി നിന്നുകൊണ്ട് മരണം ആസ്വദിച്ച് നമ്മുടെ മരണം നീക്കുവാൻ അവിടത്തേക്ക് പ്രസാദമായല്ലോ. എങ്ങനെ, ഏത് വാക്കുകളാലാണ് നമുക്ക് ഈ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുക? സർവാംഗം നമുക്ക് നമ്മെ തന്നെ അവിടുത്തെ പരമപാദങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് അവിടുത്തെ പരമപാദങ്ങളിലേക്ക് നമ്മുടെ ശിരസ് നമിച്ച് ചുംബനം ചെയ്യാം. അവിടുത്തെ കീർത്തിക്കാം, അവിടുത്തെ വലിയ പ്രവൃത്തികളെ വർണ്ണിക്കാം, അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.